ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടാണ് സ്കൂൾ ഷോപ്പിംഗ് പർച്ചേസിങ് ആണ്. അപ്പോൾ അതൊക്കെ ഞാൻ കുറേ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് നേരെ വീഡിയോയ്ക്ക് പോകാം. എന്തൊക്കെയാണ് കാണിക്കാൻ നേരെ വീഡിയോയ്ക്ക് പോകാം. എനിക്ക് വീഡിയോ എടുക്കുവാണെങ്കിൽ കൂടുതൽ വൈബിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ നേരെ യൂട്യൂബിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് ഫസ്റ്റ് ഇതാണ് ക്യൂട്ട് റബ്ബറാണ്. ഇതാണ് ഇതിനകത്ത് എന്തൊക്കെയുണ്ട്, ബനാനയുണ്ട്, പിന്നെ എന്തോ ഒരു സംഭവം എനിക്ക് നല്ല ഇഷ്ടമായിട്ട് പോലെ ക്യൂട്ട് ഒരു എക്സ് ഫോണൊക്കെ വെക്കുന്നുണ്ട്. പറിച്ച് കളയുവാണ് എക്സ് ഫോൺ വേറെ ആക്കാം, ഇത് വേറെ ആക്കാം. പറിച്ച് കളയുവാണെങ്കിൽ അത് രണ്ടും എക്സ് ഫോൺ വേറെ ആക്കാം, ഇത് വേറെ ആക്കാം. ഇതൊരു സ്കൈക്കാണ്. ഞാൻ നോക്കുമ്പോൾ ഇതിവിടെ ഇത് നടുക്കല്ല. അപ്പം ഇത് ഇവിടെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ തൊലി ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ കാണുമ്പം ഇത് നിങ്ങൾ കാണുമ്പോൾ ഇതിങ്ങനെ ചരിഞ്ഞിരിക്കുമല്ലോ, ഞാൻ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഗൈസ് നല്ലൊരു ക്യൂട്ട് റബ്ബേഴ്സാണ്. ഇപ്പം ബാക്കി നമുക്ക് പരിചയപ്പെടുത്താം. സെക്കൻഡ് വന്നൊരു ഹോമാണ്, ഇതിൻ്റെയൊക്കെ ഒരു ഹോമാണ്. പിന്നെ അതിൻ്റെ മേളിൽ നമ്മൾ സ്കൈ കാണും. ഇതിൻ്റെ പേരെന്തായിരുന്നു, മൂണോ? നമ്മൾ ആകാശത്ത് കാണുമ്പോൾ ഇങ്ങനെ ഉറങ്ങുന്ന ഒരാളില്ല, അതുപോലത്തെ ഒരു സംഭവമാണ്. പിന്നെ നെക്സ്റ്റ് വേണം ഞാനൊരു ക്യൂട്ട് ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്, യൂണിക്കോണിൻ്റെ. അപ്പോൾ കാണിച്ചു കേട്ടോ അത്. അപ്പം നെക്സ്റ്റ് വേണം ക്യൂട്ട് ഒരു ബാഗാണ്. നിങ്ങൾ എന്തുവരാ ഇത് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പ്ലെയിൻ ബാഗ് കൊണ്ടുപോകാറുണ്ട്. ഞാൻ 3ലാണ്, പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ബാഗാണ്. എനിക്ക് ഇങ്ങനത്തെ ബാഗേ ഉള്ളൂ ഗായ്സ്. ഇപ്പോൾ എല്ലാവരും ക്യൂട്ട്നെസ്സാണ് കുട്ടികൾക്ക് ഇഷ്ടം എന്ന് പറയും. ഒരു പ്ലെയിൻ ബാഗും ഇല്ല. പക്ഷേ നമ്മുടെ പഴയ ബാഗ് കൊണ്ടുവന്ന് വെച്ച് എനിക്ക് പറ്റത്തുമില്ല. ഒരു വർഷം ഇങ്ങനെ ബാഗ് വെക്കും. പിന്നെ LKG ബാഗ് വാങ്ങിച്ചു. പിന്നെ ആ ബാഗ് തന്നെ UKG കൊണ്ടുപോകുന്നത്. അല്ലല്ല ഗൈസ്, ഞങ്ങൾ രക്ഷപ്പെട്ടു. എന്താണെന്നറിയാമോ, LKG ഫസ്റ്റ് ഡേ ഞങ്ങൾക്ക് പോയാൽ മതിയായിരുന്നു. കൊറോണ ആയതുകൊണ്ട് ഞങ്ങൾ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. ഞാൻ ഓൺലൈൻ ക്ലാസ് നിൽക്കത്തില്ല, ഞാൻ ഓടിച്ചോടും. പറഞ്ഞു വന്ന ഏതിനും ഒരു രീതി. നമുക്കിതിനകത്ത് എന്തൊക്കെയുണ്ടോ നോക്കാം. ഞാൻ പോകാട്ടെ. നമുക്ക് അടുത്തതിൽ പോകാം. അപ്പം ഗൈസ് ഇതാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഗൈസ് ഇത് ഇത്രയും ഞാൻ നേരത്തെ വേറെ പോയി. ഇതെൻ്റെ റഫ് ബുക്കിൽ ഒട്ടിച്ചു. 1 2 3 4 5 6 7 ഞങ്ങൾക്ക് 8 സബ്ജക്ട്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരെണ്ണം വെറുതെ വിടില്ല. ഇത് ഞാൻ റഫ് ബുക്കിൽ ഒട്ടിച്ചു കേട്ടോ. ഇതല്ല എൻ്റെ ഫേവറേറ്റ് ആണ്. അടുത്തത് ഞാൻ കാണിച്ചു തരാം. ഇത് മോനൂട്ടി അവളെ വിളിക്കുന്ന എൻ്റെ അനിയത്തിയാക്കാം. ഇങ്ങോട്ടോ എൻ്റെ അനിയത്തി പോടി അങ്ങോട്ട്, എടി അനിയത്തി പോടി. ഞാൻ നിങ്ങളെ ചുമ്മാ ആക്ട് ചെയ്ത് കാണിച്ചതാണ്. ഇതെൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കാനാണ്. അന്ന് യൂസ് ചെയ്തതാണ്. പക്ഷെ അന്ന് ഒരു ദിവസം കൊണ്ടുപോയപ്പോൾ പറഞ്ഞു, എടാ എനിക്ക് സ്വന്തമായിട്ട് തരണം. അപ്പം പറഞ്ഞു അമ്മയോട് ചോദിക്കട്ടെ. അമ്മ അപ്പം സമ്മതിച്ചു. അപ്പം ഞാൻ കൊടുക്കാൻ കഴിഞ്ഞു. നെക്സ്റ്റ് വന്നത് അമ്മ ഷോപ്പിംഗ് ചെയ്ത എല്ലാ സാധനങ്ങളും എന്തോ സ്ഥലം. ഒരു പെൻസിൽ വാങ്ങിയത് അവിടെ എന്തുവാ കിടന്നതാണ്. അതെനിക്ക് അവിടെ ഒരു അപ്പൂപ്പൻ ഫ്രീ ഇടുന്നു. പിന്നെ ഇത് അവിടെ എന്തുവാ വേസ്റ്റ് പോലെ ഇടുന്നതാണ്. പക്ഷെ അപ്പൂപ്പൻ
ഞാൻ എനിക്കിതല്ലാത്തൊരു യൂസ് ഉണ്ട്. ഇത് മാത്രം അടപ്പായിട്ട് അപ്പോൾ പറഞ്ഞു അപ്പൂപ്പൻ പറഞ്ഞു അത് ഫ്രീ ആക്കാം കേട്ടോ. അപ്പൂപ്പൻ്റെ ഒരു സ്മോൾ വെച്ചാൽ അപ്പൂപ്പൻ്റെ മോൾ കൊടുക്കാനാണ്. പക്ഷേ നമ്മൾ ഇതൊക്കെ ചുമ്മാ പറഞ്ഞല്ലേ. ഇത് എൻ്റെ പ്രിയപ്പെട്ട ആളുകളാണ്. ആരാദ്യം ഗസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഗസ്റ്റ് ചെയ്യടാ. എൻ്റെ ചാർജർ ഞാൻ നോക്കട്ടെ. ഞാൻ ഈ കസാര എടുത്തോളൂ കേട്ടോ. എൻ്റെ ചാർജ് കിട്ടില്ല. ഞാനൊന്ന് കുത്തി വെച്ചിട്ട് വരാം. കിട്ടി ചാർജ് ചെയ്തു. പക്ഷേ ഇത് ഓണാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഗൈസ് പൗച്ച് ഞാൻ വാങ്ങി. ഗൈസ് ഇതോടെ ഇത് തീരെയാണ്. രണ്ടാമിനകത്ത് കുറച്ച് സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു സംഭവമുണ്ട്. ഇതാണുള്ളത്. പിന്നെ ഗൈസ് അതിൻ്റെ കൂടെ തന്നെ രണ്ടെണ്ണം ഈ സംഭവം കിട്ടിയിട്ടുണ്ട്. ആർ ടു ഡ്രീമോ? ഇതിവിടെ ബാക്കി കവർ ചെയ്തിരിക്കുകയാണ്. ഇത് ഞാൻ ഇതെല്ലാവരും എൻ്റെ പെണ്ണുങ്ങളെല്ലാവരും എൻ്റെ അച്ഛനും കൂടെ. എൻ്റെ അച്ഛൻ ഈ പക്ഷിയാട്ടോ. പക്ഷിയുണ്ട് ഇവിടെ, ഒരു പക്ഷി അതുകൊണ്ട് അച്ഛനുള്ളൂ. എൻ്റെ കട്ടറുടെ എല്ലാ ബോക്സും സാധാരണ ഇതുപോലത്തെ ഈ സംഭവം എല്ലാ ബോക്സിലും ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കുണ്ട് കേട്ടോ. പക്ഷേ ഇതുപോലത്തെ കട്ടറുള്ളത് ഉണ്ടായിരുന്നു. പക്ഷെ ആ കട്ടർ എടുത്തോട്ടോ. കട്ടറുള്ള നല്ലൊരു ബോക്സ് ഇപ്പോൾ ഇതാണ്. എന്തൊക്കെ വെച്ചെന്ന് കാണിക്കാം. ഈ പെൻസിൽ വെട്ടിയതിരിക്കട്ടെ. ഞാനിപ്പോൾ കുറേ പെൻസിലുണ്ട് കേട്ടോ. 1 2 3. ബാക്കിൽ എന്തുവാ 2 പെൻസിലുണ്ട്. അല്ല, 1 പെൻസിലുണ്ട്. ആ 2 പെൻസില് അല്ല, ഒരു പെൻസില്. ഓക്കെ, അപ്പം എത്ര എണ്ണം ഉണ്ടോ നോക്കട്ടെ. അകലെ 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 എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചില്ലല്ലോ. ഞാൻ പിങ്ങാണ് നടുക്കി വെക്കാറ്. പിന്നെ 3 വേർഡ് കൂടി ഇരിക്കാനോ. ഇതുണ്ടാവും. 2 പെൻസിലുണ്ട്. പിന്നെ ഇതുണ്ട്. ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ബുക്സി നമുക്ക് അടുക്കി വെക്കാം. ഫസ്റ്റ് ഞാൻ ഈ ഒരു പെൻസിൽ വെക്കുന്നുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ ഒരു പെൻസിലാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു പെൻസിലാക്കി. ഇതും എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു സബ്സ്ക്രൈബ് കുട്ടി ഇതിൻ്റെ പാക്കറ്റോടെ വന്നതാണ്. ഇതും ഈ പെൻസിൽ ഒരു സബ്സ്ക്രൈബ് കുട്ടി പാക്കറ്റോട് നല്ല ക്യൂട്ട്. പിന്നെ അതിനകത്ത് എനിക്ക് ബ്ലാങ്ക് ഉണ്ടാക്കി തന്നു. ബോക്സ് തന്നു. എന്തുവാ കുഷി അതിനകത്തുണ്ടായിരുന്നു കേട്ടോ. ബ്ലാങ്ക് ബാഗിൽ അതിനകത്തില്ല. സ്റ്റേഷനറി ബ്ലാങ്ക് ബാഗായിരുന്നു. എന്തുവാ
ക്യൂട്ട് മാമലഡിയുടെ കുറോമിയുടെ ഒക്കെ ബ്ലാങ്ക് ബാഗ് എനിക്ക് ഉണ്ടാക്കി തന്നു കേട്ടോ. അത് സ്റ്റേഷനറിയുടെ ആയിരുന്നു. അതിൻ്റെ പൗച്ച്, അതിൻ്റെ പെൻസിൽ, അതിൻ്റെ കാൽക്കുലേറ്റർ ഉണ്ട് കേട്ടോ, ഉള്ളത്. ഗൈസ് നിങ്ങളിപ്പോൾ ഒരു വീഡിയോ കാണുവാന്നായിരിക്കോ. ആ വീഡിയോ കാണുമ്പോൾ അപ്പം നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങളിപ്പം അപ്പം നിങ്ങൾ അത് ഫുള്ള് കാണാത്ത മടിച്ചുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൻ്റെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. റെഡ് ഹാർട്ടും കൂടെ കമൻറ്റ് ചെയ്യണം. റെഡ് അല്ല, നിങ്ങൾക്ക് കിട്ടുന്ന ഹാർട്ട് കമൻറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൻ്റെ ഒരു ഹാർട്ട് തരണം കേട്ടോ. പിന്നെ ഗൈസ് ഇത് എൻ്റെ ഫ്രണ്ട് കാർത്തിക് തന്നതാണ്. ഇത് സത്യം പറഞ്ഞാൽ എനിക്കല്ല കേട്ടോ, എൻ്റെ ഫ്രണ്ട് കാർത്തിക് എന്നതാണ്. അപ്പോൾ അത് ഇത് അവന് തിരിച്ച ഗിഫ്റ്റാണ് ഗൈസ്. ഇതൊന്നും ഒരു കുഞ്ഞു ഗിഫ്റ്റ് അല്ല. അപ്പം അതിനേക്കാളും ഗിഫ്റ്റ് എന്തിനാ അവന് കൊടുക്കുന്നതെന്നില്ല. കാരണം സത്യം പറഞ്ഞാൽ ഇത് തന്നെ എൻ്റെ ഇതിനേക്കാൾ വലിയൊരു നല്ലൊരു ഗിഫ്റ്റ്, എൻ്റെ ഫേവറേറ്റ് ഗിഫ്റ്റാണ്. ഇത്രയല്ല അമ്മ ബ്ലാങ്ക് ബാഗ് ഉണ്ട്. എന്തൊക്കെയാണ് ഓർക്കാണ് അതിങ്ങനെ ഒട്ടിക്കാൻ പറ്റുന്ന കേട്ടോ. ഇത് നോക്കിയപ്പോൾ 4 പെൻസിലാണ് കൊണ്ടുവന്നത്. ഇതിനകത്ത് കയറ്റി വയ്ക്കാം. എനിക്കറിയാം അടയ്ക്കത്തില്ലെന്ന്, പക്ഷേ അടയ്ക്കാൻ പറ്റത്തില്ല. ഈ ഒരു പെൻസിലിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു, അതെൻ്റെ ആ കൊച്ചു വന്നതാണ്. പേന, ഈ പേന, ഫ്ലമിംഗോ പേന. വെച്ച് കൊടുത്തു. ചേട്ടാ ഇങ്ങനെ ബോക്സിൽ ഇങ്ങനത്തെ സംഭവമാണ്. അതെന്തിനാണെന്ന് പറയണം. നിങ്ങൾ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതിയാക്കാം കേട്ടോ. ഇനി നമുക്ക് ബാഗിലൊന്ന് വയ്ക്കാം. ഇതിനകത്തേക്കാം ബുക്സ് അപ്പം വയ്ക്കുന്നില്ല. സ്കൂൾ തുടങ്ങിയിട്ട് കുറേ ദിവസമാണ്, പക്ഷെ ദുബായിലായിരുന്നു. ഇന്നാണ് വന്നത്. ദുബായിൽ നിന്നാണ് ഇതൊക്കെ പർച്ചേസ് ചെയ്തത്. എൻ്റെ അപ്പൂപ്പൻ്റെ കാര്യമാണല്ലേ. അപ്പൂപ്പൻ ഒരു മലയാളിയായിരുന്നു. പക്ഷെ അപ്പൂപ്പൻ എനിക്ക് വേണ്ടിയില്ലൊന്നും ചെയ്തത്. കുലത്ത് ഞാൻ സ്കൂളിൽ പോയിട്ട് വരാം. എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാനുള്ള പൗച്ച് കൊടുത്തിട്ട് വരാം.